ഹായ് ഹലോ. ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മിക്കിക്ക് ഒരു ഡ്രസ്സ് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. മിക്കി എന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, ഞാൻ 2-3 ഷോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മിക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ നായ്ക്കുട്ടിയാണ്. 1 വയസ്സായി, പെൺകുട്ടിയാണ്. അപ്പോൾ അവൾക്ക് സാധാരണ ഓൺലൈനിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭയങ്കര വിലയാണ് കേട്ടോ സാധാരണ. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു, ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തണുപ്പാണ് രാത്രി. അപ്പോൾ അവൾ കിടക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്, അവൾ ചെറുതായിട്ട് വിറയ്ക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ, എന്തെങ്കിലും തുണിയൊക്കെ അവൾക്ക് ഇട്ട് കൊടുത്താലും അതൊക്കെ കടിച്ചു പറിച്ചൊക്കെ കളയും കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ വിചാരിച്ചു അവൾക്കൊരു ഉടുപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തയ്ക്കുന്ന വീഡിയോ അല്ല, എങ്ങനെയാണ് ഞാൻ മിക്കിക്കൊരു ഉടുപ്പ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ V2 ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു ടീഷർട്ട് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ് ഇത് തന്നെ എടുത്തതെന്ന് വെച്ചാൽ, കൈയില്ലാത്ത ടീഷർട്ടാണ് നല്ലത് കേട്ടോ. കൈ ഉള്ള ടീഷർട്ടാണെങ്കിൽ നമ്മൾ കൈ മുറിച്ച് കളയേണ്ടി വരും. അപ്പോൾ മുറിച്ച് കളയുമ്പോൾ പിന്നെ അത് തയ്ച്ചൊക്കെ എടുക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് തുണിയൊക്കെ പിഞ്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കൈയില്ലാത്ത ടീഷർട്ട് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈയുള്ള ടീഷർട്ടാണെങ്കിൽ ഈ 2 കൈയും നമ്മൾ ആദ്യം ഫസ്റ്റ് വെട്ടിക്കളയണം കേട്ടോ. 2 കൈയും വെട്ടിക്കളയണം. അപ്പോൾ അതിന് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കൈയില്ലാത്ത ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മിക്കിക്ക് ഡ്രസ്സ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. ഡ്രസ്സ് തയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ മിക്കി കാണണ്ടേ. അപ്പോൾ മിക്കി കാണിച്ചു തരാവേ ആദ്യം. മിക്കി ബാ ബാ വാടാ ബാ. ഇപ്പോൾ അവന് നമുക്ക് ഉടുപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആളെൻ്റെ കൂടെ ഉണ്ട്, കൂടെ ഓടെയാണ്. നിൽക്കുകയാണ് കേട്ടോ ആള്. ആൾക്ക് മൊബൈലൊക്കെ വയ്ക്കുന്ന കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൊബൈലൊക്കെ റെഡിയാക്കും. ബാ 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 സിറ്റ് സിറ്റ് മിക്കി സിറ്റ് മിക്കി ഇരിക്കെ സിറ്റ് സിറ്റ് മിക്കി മിക്കി സിറ്റ് സിറ്റ് സിറ്റ്. ഗുഡ് ഗുഡ്. എപ്പോഴൊന്നും ഇരിക്കില്ല കേട്ടോ. ഇരിക്കും മിക്കി. കം ബാ കം 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 മിക്കി സിറ്റ് സിറ്റ് സിറ്റ്. അവൻ എപ്പോഴൊന്നും സിറ്റ് പറഞ്ഞാൽ ഇരിക്കത്തില്ല. ഇന്നിപ്പോൾ എന്തോ തോന്നിയിട്ട് ഇരുന്നാണ് കേട്ടോ ആള്. അപ്പോൾ ചിലപ്പോൾ സ്നേഹം തോന്നുകയാണെങ്കിൽ സിറ്റൊക്കെ പറഞ്ഞാൽ ഇരിക്കും. കമ്മെന്ന് പറഞ്ഞാൽ ഒന്നും അവൻ വരത്തില്ല കേട്ടോ. ഒരുപാട് ഡോഗിൻ്റെ ട്രെയിനിങ് ഒക്കെ ഞാൻ നോക്കിയാണ്, ഒന്നും ഇതില്ല. പിന്നെ ആള് ഭയങ്കര കുണ്ടണിയാണ് കേട്ടോ, കൊച്ചു പിള്ളേരെ പോലെയാണ്. മിക്കി നോക്ക് നോക്ക് അങ്ങോട്ടൊക്കെ. ഇതുപോലെയാണ് കേട്ടോ ആള്. ഭയങ്കര കുണ്ടണിയാണേ, ഭയങ്കര ചട്ടമ്പി മിക്കിയാണ്. പിന്നെയാണ് അങ്ങോട്ട് നോക്ക്. ഇതാണ് നമ്മുടെ മിക്കി. അപ്പം ഇപ്പം മിക്കിക്കൊരു ഉടുപ്പ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാട്ടാ. ഇനി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ടീഷർട്ട് എൻ്റെ മോൻ്റെ ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ ടീഷർട്ട് അവന് കറക്റ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ മോൻ്റെ ഒരു ടീഷർട്ട് എടുത്തതിന് ശേഷം കയ്യിലുള്ള ടീഷർട്ടാണെങ്കിൽ ആ 2 കൈയും നമുക്ക് കത്തിരി വെച്ചിട്ടൊന്ന് വെട്ടി മാറ്റണം. അതിനുശേഷം ഇതുപോലെ 2 കൈയുടെ ഹോള് നടുക്ക് വരുന്ന രീതിയിൽ ഉടുപ്പ് ഇങ്ങനെ നൂത്ത് വെച്ചതിന് ശേഷം ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. വയറിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കാരണം മിക്കിക്ക് ബാത്റൂമിനൊക്കെ പോകാൻ സൗകര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഇത്രയും കട്ട് ചെയ്യേണ്ട, ഒരു ലേശം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ മിക്കിയുടെ ടീഷർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഇനി മിക്കിക്ക് ഇട്ട് കൊടുത്താൽ മതി. ആളെ 2 പേര് വീതം പിടിച്ചാലേ ആൾ ഇരിക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഉടുപ്പിടാൻ വേണ്ടി കുറച്ച് സെറ്റിൽ പിടിച്ച് ഇരുത്തിയതും ആൾ ഇരുന്നു കേട്ടോ. ഇരുന്നു. പിന്നെ ഞാൻ ഒന്ന് വേഗം അവൾക്ക് ഉടുപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ആൺകുട്ടിയല്ല കേട്ടോ, പെൺകുട്ടിയാണ്. ഞാൻ എന്നാലും ആളെ എപ്പോഴും എനിക്ക് മിക്കിന്ന് പേരിട്ടപ്പോൾ, മക്കളാണ് മിക്കിന്ന് പേരിട്ടത്. അപ്പം മിക്കിന്ന് പേരിട്ടപ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ഇതൊരു ആൺകുട്ടി എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ എനിക്ക്. ഈ പെൺകുട്ടിന്ന് വരത്തേയില്ല. അതാണ് ഞാൻ എപ്പോഴും അവനെന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ മിക്കി ഇരുന്ന് തന്നു. അങ്ങനെ ഞാൻ വേഗം ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉടുപ്പിട്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനും. ഉടുപ്പ് അവന് കറക്റ്റ് ഫിറ്റായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ ഇട്ടപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടല്ല, ഇതിന് മുന്നേ ഞാൻ ഇവന് ഇട്ടിട്ടുണ്ട്. പക്ഷേ ആൾക്ക് ഉടുപ്പിടുന്നത് ഇഷ്ടമില്ല. ഇങ്ങനെ അതിനെ കടിച്ച് എടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഉടുപ്പ് ഇട്ടുകൊണ്ട് ഓടി നടന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മിക്കിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ സുന്ദര കുട്ടപ്പനായല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ പെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികളുടെ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ അവസാനം നമ്മുടെ മിക്കിക്കുട്ടൻ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരനായിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. നോക്കി ഉടുപ്പിട്ട അവസ്ഥയാണ് കേട്ടോ.
ഉടുപ്പിട്ടത് ആൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പം തന്നെ കടിച്ചതിനെ കീറിക്കളയുന്ന തോന്നുന്നത്. വലിച്ചൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഡാ ചുണ്ടർന ഡാ ഡാ അവൻ സെറ്റിയിൽ പ്രതിഷേധ സൂചകമായിട്ട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് വേണ്ടാത്തൊരു സെറ്റിയാണ്. വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പഴയൊരു സെറ്റ് ഇവിടെ കൊണ്ടുവന്ന് ടെറസിലിട്ടതാണ്. അപ്പോൾ എന്തായാലും ആൾ തന്നെയാണ് അതിൽ കിടക്കുന്നേ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ആൾ അതിൽ മൂത്രമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ ആളെ കാണിച്ചു കേട്ടോ. ദേഷ്യം വന്നിട്ട് ചെയ്തതാണേ. ഞാൻ നോക്കിയേ നമ്മുടെ മിക്ക സിറ്റ്. അപ്പോൾ നമ്മുടെ നോക്കി നോക്കിയേ ദേഷ്യം വന്ന് എന്നെ കടിച്ചു കൊല്ലേണ്ട ദേഷ്യമുണ്ട്. ഉണ്ടാക്കും ഭയങ്കര ദേഷ്യമാണ്. ഇനി പിടിച്ചു നിന്നേ പറ്റത്തില്ല. ഉടുപ്പ് ഊരി കൊടുക്കട്ടെ, പാവം. ഉടുപ്പൊന്നും ഇടാൻ പറ്റിയ ആളല്ലെന്ന് തോന്നുന്നു. നിൽക്കേ കുട്ടോ അപ്പോൾ ഉടുപ്പ് നോക്കേ ചുണ്ടൻ നോക്കേ അങ്ങോട്ട് നോക്കേ. ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ ആളെ റിലീസാക്കട്ടെ. ഉടുപ്പിട്ട മിക്ക എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.